പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 2 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അറ്റ് ഹൗ മെനി പോയിൻറ്റ്സ് ഡസ് ദ ഗ്രാഫ് ഓഫ് ദി എക്സ്പ്രഷൻ ഇൻ്റർസെക്ട് ദി എക്സ് ആക്സിസ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ എത്ര പോയിൻറ്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ആക്സിസിൽ എത്ര പോയിൻറ്റിൽ കട്ട് ചെയ്യുന്നു എന്നറിയണമെങ്കിൽ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ലേ. അതിൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ, അതായത് ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ എക്സ് ആക്സിസിൽ ഒരു പോയിൻറ്റിലേ കട്ട് ചെയ്യത്തുള്ളൂ. ഡിഗ്രി 2 ആണെങ്കിൽ എക്സ് ആക്സിസിൽ 2 പോയിൻറ്റിൽ കട്ട് ചെയ്യും. ഡിഗ്രി 3 ആണെങ്കിൽ എക്സ് ആക്സിസിൽ 3 പോയിൻറ്റ്സിൽ കട്ട് ചെയ്യും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ മൈനസ് 3√2x പ്ലസ് 4/x-√2. അപ്പം നമ്മൾ ആദ്യം ഈ ന്യൂമറേറ്ററിനെ നമ്മളൊന്ന് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? -3√2 എന്നും കിട്ടണം. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -3√2 എന്നും കിട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള നമ്പേഴ്സിനെ എടുക്കാം? 2√2ഉം √2ഉം എടുക്കാം അല്ലേ. രണ്ടും നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ -2√2ഉം √2ഉം കൂടെ ആഡ് ചെയ്താൽ -3√2 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പം √2ഉം കൂടെ 2 ആകും. 2 × 2 4 ആകും. നെഗറ്റീവും കൂടെ പോസിറ്റീവും ആകും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ, ഈ മിഡിൽ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? -2√2 മൈനസ് √2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ, സോറി ഇതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ ഉണ്ട്, ബൈ എക്സ് മൈനസ് √2. ഇനി ഈ ഫസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? എക്സ് നമുക്ക് കോമൺ എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് എക്സ് കോമൺ എടുത്താൽ ബാക്കി എക്സ് മൈനസ് 2√2 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? √2 കോമൺ എടുക്കാം. √2 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എക്സ് ഉണ്ട്, മൈനസ് √2ഉം എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 4 കിട്ടിയത്? 2√2ഉം കൂടെ. അപ്പോൾ ഈ 4ൽ നിന്ന് √2 വെളിയിലെടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 2√2 ഉണ്ട്. മനസ്സിലായല്ലോ? ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് √2 ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ നിന്ന് എക്സ് മൈനസ് 2√2 കോമൺ എടുക്കാം. എക്സ് മൈനസ് 2√2 കോമൺ എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് മൈനസ് √2 ഡിവൈഡഡ് ബൈ, ഇതിൽ നിന്ന് എക്സ് മൈനസ് 2√2 കോമൺ എടുത്താൽ എക്സ്, ഇവിടെ നിന്ന് എടുത്താൽ -√2. അങ്ങനെയാണ് ഇത് വന്നത് കേട്ടോ. എക്സ് മൈനസ് √2. ഈ എക്സ് മൈനസ് √2ഉം എക്സ് മൈനസ് √2ഉം കട്ടായി. ബാക്കി എന്തുണ്ട്? എക്സ് മൈനസ് 2√2 ആണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ പോളിനോമിയൽ എങ്ങനെയുള്ള പോളിനോമിയലാണ്? ദിസ് ഈസ് ലീനിയർ പോളിനോമിയൽ. ഡിഗ്രി എന്താണ്? 1 ആണല്ലേ. അപ്പോൾ ഇത് ലീനിയർ പോളിനോമിയലാണ്. ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ഡിഗ്രി 1 ആണെങ്കിൽ എക്സ് ആക്സിസിൽ എവിടെ കട്ട് ചെയ്യും? ഒരു പോയിൻറ്റിലേ കട്ട് ചെയ്യത്തുള്ളൂ. So, the graph of the expression intersect the x-axis at one point. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.